ഡംബൽ ലാറ്ററൽ റൈസ് എക്സസൈസ് എങ്ങനെ കറക്റ്റായി ചെയ്യാം എന്നുള്ളത് നോക്കാം. ഡംബൽ ലാറ്ററൽ എക്സസൈസ് നമ്മുടെ ഡെൽറ്റോയിഡ് മസിലിന്റെ ലാറ്ററൽ ഹെഡ് ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഡെൽറ്റോയിഡ് മസിലിനെ കുറിച്ച് വിശദമായി നോക്കുകയാണെങ്കിൽ ഈ മസിലിന്റെ തുടക്കം അല്ലെങ്കിൽ ഒറിജിൻ കാണുന്നത് ക്ലാവിക്കൽ ബോണും അതേപോലെ സ്കാപ്പുല ബോണിലുമാണ്. ഇതിന്റെ ഇൻസേർഷൻ അല്ലെങ്കിൽ അവസാന ഭാഗം വന്ന് ചേരുന്നത് ഹ്യൂമറസ് ബോണിന്റെ ലാറ്ററൽ ഹെഡ് സൈഡിലുമാണ്. അപ്പോൾ ഡെൽറ്റോയിഡ് മസിലിന്റെ ലാറ്ററൽ ഹെഡിന്റെ കോൺട്രാക്ഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മൂവ്മെന്റ് ഷോൾഡർ ജോയിന്റിന്റെ അബ്ഡക്ഷൻ ആണ്. കാരണം ഈ ഒരു മസിലിന്റെ അവസാന ഭാഗം ഇൻസേർഷൻ ചെയ്യുന്നത് ഹ്യൂമറസ് ബോണിലായ കാരണം കൊണ്ട് ഹ്യൂമറസ് ബോണിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ പ്രാധാന്യം. സോ ഷോൾഡർ ജോയിന്റിന്റെ അബ്ഡക്ഷൻ മൂവ്മെന്റ്, അതായത് ലാറ്ററൽ അബ്ഡക്ഷൻ, ഈ ലാറ്ററൽ അബ്ഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഫ്രണ്ടൽ പ്ലെയിനിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇരിക്കുന്ന പൊസിഷൻ വളരെ സേഫും അതേപോലെ ബാലൻസിങ്ങും ആയിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നീ ടു നീ ഗ്യാപ്പ് അറ്റ്ലീസ്റ്റ് ഷോൾഡർ വിഡ്ത്തിനേക്കാളും കുറച്ചുകൂടെ വൈഡായി വെച്ച ശേഷം നിങ്ങൾ ഫീറ്റ് ഗ്രൗണ്ടിൽ പൂർണ്ണമായി ഉറപ്പിച്ച ശേഷം സ്പൈനൽ കോഡ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ സ്പൈൻ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഷോൾഡർ ജോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹ്യൂമറസ് ബോണിന്റെ അബ്ഡക്ഷൻ മൂവ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഇത് ഏകദേശം നിങ്ങൾ ഒരു എബോവ് 90 ഡിഗ്രി വരെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇത്തരത്തിൽ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന വെയിറ്റ് ഹെവി വെയിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ എൽബോ സ്ലൈറ്റ്ലി നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റീസൺ നിങ്ങളുടെ എൽബോ സ്ട്രെയിറ്റ് ആയി പിടിക്കുന്നതോറും നിങ്ങളുടെ ഈ ഷോൾഡർ ജോയിന്റ് മുതൽ ഹാൻഡിൽ ചെയ്യുന്ന വെയിറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് മാക്സിമം ആവും. ഇത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മൊമെന്റ് ആം കുറയ്ക്കാനും നിങ്ങൾക്ക് വെയിറ്റ് ഹാൻഡ്ലിംഗ് ഈസിയായി ചെയ്യാവുന്നതുമാണ്. ഈ മൊമെന്റ് ആം കൂടുതലായി വരുന്നതോറും നിങ്ങളുടെ ഈ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ടോർക്ക് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും നിങ്ങൾക്ക് ഇഞ്ചുറിക്കുള്ള ചാൻസും അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയ മൂവ്മെന്റ് നടക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് ഹാൻഡിൽ കൂടുന്തോറും നിങ്ങൾ സ്ലൈറ്റ്ലി നിങ്ങൾക്ക് എൽബോ ബെൻഡ് ചെയ്യാവുന്നതാണ്. എങ്കിലും നിങ്ങൾ വളരെ കുറഞ്ഞ വെയിറ്റോ അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാതെയോ നിങ്ങൾ ഒരു ഷോൾഡർ അബ്ഡക്ഷൻ മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽബോ ബെൻഡ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല.